ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 097/2025. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഇറയിലി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. 2. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. അതാണ് ശരിയായ പ്രസ്താവന. ആൻസർ എന്നത് ഓപ്ഷൻ എ, 1 ശരി. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. അതിനാൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ലംബമായ താപവ്യാപനം നടക്കുന്നത് സംവഹനം വഴിയാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ലംബമായ താപവ്യാപനം നടക്കുന്നത് സംവഹനം വഴിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? നേപ്പാൾ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. അഫ്ഗാനിസ്ഥാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 3 മാത്രം ശരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഈ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്നില്ല. അതിനാൽ ഓപ്ഷൻ 3 മാത്രമാണ് ശരി. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഓപ്ഷൻ എ. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ബക്രാനങ്കൽ ഡാം, ഫരാഖെ ഡാം, സർദാർ സരോവർ, ബംഗ്ലിഹാർ. ബംഗ്ലിഹാർ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 4 ബംഗ്ലിഹാർ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചതോടെ പാകിസ്ഥാൻ കടുത്ത ജലപ്രതിസന്ധിയിലായി. ചിനാബ് നദിയിലാണ് നീരൊഴുക്ക് തടയാനായി ഇന്ത്യ അടച്ച ഡാം ബംഗ്ലിഹാർ ഡാം ആണ്. ബംഗ്ലിഹാർ ഡാം. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ജീവനം.
അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. ഓപ്ഷൻ എ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ ഈ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ്. ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു. ഓപ്ഷൻ എ. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്നീ രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസം, മതേതരത്വം എന്ന രണ്ടു പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം. യൂണിയൻ ലിസ്റ്റ് സെൻസസ്.
സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ, കൺകറന്റ് ലിസ്റ്റ് വനം, അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1C 2D 3A 4B. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? 1. 73 74 ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 2. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. 3. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. 4. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. 25 ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. തെറ്റായ പ്രസ്താവനകൾ. പ്രസ്താവന 2 തെറ്റാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ്. അതുപോലെ പ്രസ്താവന 3ഉം തെറ്റാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ MS K രാമസ്വാമി ആയിരുന്നു. സുകുമാർ സെൻ ഇന്ത്യയുടെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഓക്കെ. ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? അന്ത്യോദയ അന്നയോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യരാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിന്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. 2. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. 3. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, അതിന് കാലാവധിയില്ല. എന്നാൽ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. 2. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്, അതും തെറ്റാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിമണ്ഡലമാണ്. രാജ്യസഭ പാർലമെന്റിന്റെ ഉപരിമണ്ഡലമാണ്. ലോകസഭയാണ് അധോമണ്ഡലം. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. രാജ്യസഭ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണെന്ന് പറഞ്ഞത്, പക്ഷെ 30 വയസ്സാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ലോകസഭയിലേക്ക് മത്സരിക്കാനാണ് 25 വയസ്സ് വേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്, അതും തെറ്റാണ്. രാജ്യസഭയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമല്ല ഉള്ളത്. ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ അനുവദിക്കുന്നത്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശത്തിന് 31 സീറ്റുകൾ ഉള്ളപ്പോൾ കേരളത്തിന് 9 സീറ്റുകളാണ് ഉള്ളത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, MGNREGA യുടെ പൂർണ്ണ രൂപം ഏത്?
പൂർണ്ണരൂപം ഏത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കാശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. 4. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. 2018 ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടത് 2019 ഒക്ടോബർ 31-നാണ്. 2019 ഓഗസ്റ്റ് 5-ന് ഇന്ത്യൻ സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും തുടർന്ന് ജമ്മു ആൻഡ് കാശ്മീർ പുനഃസംഘടനാ നിയമം 2019 പാസാക്കുകയായിരുന്നു. ഈ നിയമം 2019 ഒക്ടോബർ 31-ന് പ്രാബല്യത്തിൽ വന്നു. അതോടെ മുൻപുണ്ടായിരുന്ന ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. CRISPR ക്ലാസ് 9. സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? 34 ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞത് എല്ലാം എന്നാണ്. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തലായിരിക്കും, ഘോര ചികിത്സ. മുകളിൽ പറഞ്ഞതെല്ലാം. ആൻസർ 34 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. OPV പോളിയോ. ഓപ്ഷൻ ബി. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. 1. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. 2. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. 3. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. 4. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും 4-മത്തെയും. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതുപോലെ ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. പ്രസ്താവന 2 തെറ്റാണ്. ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റം ആണ്. അതുപോലെ പ്രസ്താവന 3 തെറ്റാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 4. 1 and 4. 1 and 4. എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്? എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക്
കാരണമാകുന്നത്? അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം 5.6 താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? 3-ാം ചലന നിയമം. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം 0 m/2. ഓപ്ഷൻ ബി. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് ആൻഡ് ക്രൂ ഡ്രാഗൺ. ഓപ്ഷൻ സി. 132 g കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത്? അസ്ലീൻ. ഓപ്ഷൻ ബി. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? AI ടൂൾ ഏത്? പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ആൽഫാഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മിതുവ നൃത്തം, മലപുലയ ആട്ടം. 1, 2, 3, 4, 6. മിതുവ നൃത്തല്ല. 1, 2, 3, 4, 6. താഴെ കൊടുത്തിരിക്കുന്നവർ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. എല്ലാവരും ആൻസർ എന്ത്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. നിരീശ്വരൻ, മീശ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, സമ്പർക്ക ക്രാന്തി. നിരീശ്വരൻ BJ ജെയിംസ്, മീശ S ഹരീഷ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ NS മാധവൻ, സമ്പർക്ക ക്രാന്തി V ഷിനിലാൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1D, 2C, 3E, 4A. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി? കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, വൃശ്ചികോത്സവം തളിക്ഷേത്രം കോഴിക്കോട്, പുത്തിരി തിരുവപ്പന
ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്, പൈങ്കുനി ഉത്സവം കൽപ്പാത്തി പാലക്കാട്, വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രവും അതുപോലെ പുത്തിരി തിരുവപ്പന ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവും ആണ് ശരിയായ ജോഡികൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1ഉം 3ഉം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീതി നാട്യശാസ്ത്രവും. ആൻസർ വന്നത് ഓപ്ഷൻ സി 1, 2. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡാഷ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ലിബർ ഓഫ് ഇംപ്രസ്. ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ് ഡാഷ്. ഒരു സ്വതന്ത്ര വിനിമയ നവ സാമൂഹിക മാധ്യമം ആണ് ഡയാസ്പൊറ. ഓപ്ഷൻ എ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ് ഡീപ് സീക്ക്. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലിടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. 1. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ ക്യാബിനറ്റ് വിവരങ്ങൾ. 2. ക്യാബിനറ്റ് പേപ്പറുകൾ. 3. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകും. 4. മന്ത്രിമാരുടെ സമിതിയുടെ ചർച്ചകളുടെ രേഖകൾ. 1 മാത്രം. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ആൻസർ എന്ത്? ഓപ്ഷൻ ബി 1 മാത്രം. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 8(1)(c) അതുപോലെ 8(1)(1) എന്നിവ പ്രകാരം ക്യാബിനറ്റ് പേപ്പറുകൾ, മന്ത്രിമാരുടെ സമിതിയുടെ ചർച്ചകൾ എന്നിവ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. എന്നാൽ നിയമസഭയ്ക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിവരങ്ങൾ പൊതുജനത്തിന് നൽകാവുന്നതാണ്. അതിനാൽ ശരിയായ ഉത്തരം ബി 1 മാത്രം. ഉപഭോക്തൃ ആ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 311, 319, 317, 338. ആൻസർ എന്നത് ഓപ്ഷൻ എ 4. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട എല്ലാ വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. 4 മാത്രം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം 15 വയസ്സിന് താഴെ, 18 വയസ്സിന് താഴെ, 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും. ഇതൊന്നുമല്ല. 18 വയസ്സിന് താഴെ. ആൻസർ എന്ത്? ഓപ്ഷൻ സി 2 മാത്രം. 18 വയസ്സിന് താഴെ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത്
ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്? 173 റിപ്പോർട്ട്, 283 റിപ്പോർട്ട്, 144 റിപ്പോർട്ട്, 212 റിപ്പോർട്ട്. 283 റിപ്പോർട്ട്. ആൻസർ എന്ത്? ഓപ്ഷൻ എ 2 മാത്രം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ S2D രക്ഷിതാവ്. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. 1ഉം 2ഉം മാത്രം. 2 മാത്രം. 3 മാത്രം. 1ഉം 2ഉം മാത്രം എന്നത് ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും 25 സെന്റിമീറ്ററും ആണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിന്റെ സാധ്യമായ ഏറ്റവും വലിയ വലിപ്പം കണ്ടെത്തുക. 25 സെന്റിമീറ്റർ × 25 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി. 9808 × 625 ഈക്വൽ ടു ഡാഷ്. 61.3 × 10⁵ എ, ബി എന്നീ പൈപ്പുകൾ യഥാക്രമം 12 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 2 പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? 6 മണിക്കൂർ 40 മിനിറ്റ്. x/y^12 y^24 z^3^4 ഈക്വൽ ടു ഡാഷ്. x/y^12. ഓപ്ഷൻ സി. രഘു ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ആദ്യ ഗഡുവായി രഘു 1000 രൂപ തിരിച്ചടച്ചു. ഓരോ മാസവും ഗഡു 150 രൂപ വീതം വർദ്ധിപ്പിച്ചാൽ 30ാമത്തെ ഗഡുവായി രഘു തിരിച്ച് അടയ്ക്കുന്ന തുക എത്രയാണ്? 5350. ഒരു ദിവസം എത്ര തവണ ഒരു ക്ലോക്കിലെ സൂചികൾ പരസ്പരം ലംബകോണിലായിരിക്കും? 44. WFB TGD QHG dash NIK. ഓപ്ഷൻ എ. 5, 16, 51, 158 ഡാഷ്. 481. ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക. NORGAE. ഓപ്ഷൻ ഡി. 16/4/2020 തുടങ്ങി 9 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി? 20/1/2021. Teacher could not help dash at the criticism. Laughing. If I have the money, I dash a new dress for you. If I have the money, I will buy a new dress for you. Will buy. My mother dash in this house for 10 years. My mother has been living in this house for 10 years. Option C. The poem tempts the readers to ponder dash the beauty of nature. Over the beauty of nature. Give one word substitute for a person who loves books. Bibliophile. Option A. Correctly spelled word is Peckham. Option C. What should the foreign phrase vis-a-vis mean? Vis-a-vis mean in relation to. Sheep flock, fish school. Change into reported speech. His father asked, "Do you think you know the lesson better than your teacher?" His father asked whether he thought he knew the lesson better than his teacher. Option A. Expand RDX. Royal Demolition Explosive. Option C. താഴെ പറയുന്നതിൽ മകന്റെ ഭാര്യ എന്ന് വരുന്ന പദം ഏത്? താഴെ പറയുന്നതിൽ മകന്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം സ്നുഷ. വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദം ഏത്? വൈയാകരണൻ. ഓപ്ഷൻ ബി.
തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ജനകൻ ജാനകി. കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദമേത്? കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദമേത്? സൗവർണം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പര പ്ലസ് ഉപകാരം. ഓപ്ഷൻ ബി. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ബഹിർമുഖൻ. ഓപ്ഷൻ എ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ. ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? കപോലം, തലയോട്ടി. തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? പരേതൻ ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. ഓപ്ഷൻ സി. താങ്ക് യു.